പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോകൾ നമ്മൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാതെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വാട്സപ്പിലൊക്കെ ക്ലിയർ നഷ്ടപ്പെടാതെ ഷെയർ ചെയ്യാം, എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വീഡിയോ കംപ്രസർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് നമ്മൾ ടെലഗ്രാം ചാനൽ കൊടുക്കുന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ ഇമ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ ഷെയർ ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമായ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ പോയിട്ട് റെസൊല്യൂഷൻ 100% തന്നെ കൊടുക്കാം. എന്നിട്ട് ബിറ്റ് റേറ്റ് നമ്മൾ 7 MB താഴെയായിട്ട് കൊടുക്കാം. 8 MB താഴെ, അതായത് 7 MB ആ നിലക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 10% വരെ ആയിട്ട് ബിറ്റ് റേറ്റ് കുറക്കുകയും ചെയ്യാം. ഞാനിവിടെ 7 MB താഴെയായിട്ടാണ് കൊടുക്കുന്നത്. വലിയ സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 7 MB കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പം കഴിയുന്നതും 7 MB വരെ എന്താക്കാം, ഇതിന്റെ ബിറ്റ് റേറ്റ് ആവുന്ന രീതിയിൽ കംപ്രസ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 MB ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ എന്തായിട്ട് കംപ്രസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഷെയർ എന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമായ ഇതിലെ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഷെയർ ചെയ്ത വീഡിയോ HD ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പരസ്യം, ജോലി ഒഴിവുകളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സുകളിലെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ്, ജോബ് വേക്കൻസി അങ്ങനെ എന്തുമാവട്ടെ വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ പരസ്യം എത്തിക്കാം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക്, അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പരസ്യം, ജോലി ഒഴിവുകളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സുകളിലെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ്, ജോബ് വേക്കൻസി അങ്ങനെ എന്തുമാവട്ടെ വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ പരസ്യം എത്തിക്കാം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക്, അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ. സാധാരണ രീതിയിൽ ഷെയർ ചെയ്ത വീഡിയോയും അതുപോലെ തന്നെ കംപ്രസ് ചെയ്തതിനു ശേഷം ഷെയർ ചെയ്ത വീഡിയോ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോകളൊക്കെ നല്ല മികച്ച ക്വാളിറ്റിയിൽ തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.